പ്രൊഫസർ എജി ജോർജ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ പൗരന്മാർക്ക് മോദിയിലൊരു വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ വികസിത സ്വാശ്രയ ഇന്ത്യയിലൂടെ ഒരു വികസിത ഇന്ത്യ എന്ന ആശയത്തെ മുന്നോട്ട് കൊണ്ടുവരാനാണ് അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലമായി ശ്രമിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, മറ്റ് വികസിത നയങ്ങൾ, വികസിത രാജ്യമാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം, മറ്റ് ജനക്ഷേമ പദ്ധതികൾ കഴിഞ്ഞ 10 വർഷക്കാലമായി നടപ്പാക്കി എന്ന് BJP പറയുന്ന ജനക്ഷേമ പദ്ധതികൾ, അതൊക്കെ വോട്ടായി മാറുമോ? ഈ BJPയുടെ മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുമോ? ശ്രീകുമാരെ, ഇവിടെ ഈ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാളമാണ് പ്രകടന പത്രിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനിപ്പോൾ ഹിന്ദിയിലോ മലയാളത്തിലോ ഒക്കെ മറ്റു വാക്കുകൾ ഉപയോഗിച്ചാലും യഥാർത്ഥത്തിൽ ഒരു പ്രകടന പത്രിക എന്ന് പറയുന്ന എല്ലായിടത്തും ഉപയോഗിക്കുന്ന തരത്തിലുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ആരാണോ ആ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുന്നത് അവർ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു ആധികാരിക രേഖ തന്നെയാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ പ്രകടന പത്രികയിൽ അതിനെ മാനിഫെസ്റ്റോ ആണോ അല്ലെങ്കിൽ സങ്കല്പ പത്രമാണോ എങ്ങനെ വേണമെങ്കിലും വിളിച്ചോളൂ, അത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നരേന്ദ്രമോദി 3ാം വട്ടം അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ്. ഞാൻ ആ പട്ടികയൊന്നും ഇവിടെ ആവർത്തിക്കാനായി ശ്രമിക്കുന്നില്ല. നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വാഗ്ദാനങ്ങൾ, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്ന് നമ്മൾ ആവർത്തിച്ചുപയോഗിച്ച് പരിചയിച്ച പദത്തിന് പകരം ഇപ്പോൾ ഒരു പുതിയ പദമാണ് നരേന്ദ്രമോദി അവതരിപ്പിച്ചിരിക്കുന്നത്. ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പദം. അതെനിക്ക് തോന്നുന്നില്ല അദ്ദേഹം മോദിക്ക് ഈ ഗ്യാരണ്ടി എന്നുള്ള പദത്തിന് തക്കതായ ഒരു ഹിന്ദി പദം അത് അദ്ദേഹം ഉപയോഗിക്കാത്തത് എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ മനസ്സിലാക്കുന്നത് ഉറപ്പുകൾ എന്നാണ്. അപ്പോൾ മോദി നൽകുന്നതായ ഉറപ്പുകൾ, അപ്പോൾ വാഗ്ദാനങ്ങൾ എന്ന വാക്കിനേക്കാൾ ഒരു പടിയൂടെ കടന്നതാണ് ഉറപ്പുകൾ എന്ന്. അതുകൊണ്ടാണ് ഈ ഗ്യാരണ്ടി എന്ന പദം ഇപ്പോൾ ആവർത്തിച്ചുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊരു തെരഞ്ഞെടുപ്പ് പത്രികയെ വിശകലനം ചെയ്യുമ്പോൾ മുൻകാലത്തെ അതേ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതായിട്ടുള്ള പരിപാടികളിൽ എത്ര ശതമാനം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്, സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു താരതമ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2014-ലും 2019-ലും അധികാരത്തിൽ വന്നപ്പോൾ മോദി സർക്കാർ ജനങ്ങൾക്ക് നൽകിയതായ വാഗ്ദാനങ്ങളുടെ എത്ര അളവ് വരെ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിക്കണം. അത് പരിശോധിക്കുമ്പോൾ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പ്രകടന പത്രികയുടെ വിശ്വാസ്യത നമുക്ക് ബോധ്യമാവുകയുള്ളൂ എന്ന കേവലമായ സത്യം നാം അംഗീകരിക്കണം. ഇവിടെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ മോദി സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും ശക്തമായി ഉന്നയിച്ച 2-3 കാര്യങ്ങൾ, ഒന്ന്, ഇവിടുത്തെ ഈ വ്യാപകമായ കള്ളപ്പണമെല്ലാം സ്വരൂപിച്ച് ഇന്ത്യ മഹാരാജ്യത്തേക്ക് കൊണ്ടുവന്ന് ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കും എന്നൊരു വലിയ വാഗ്ദാനമാണ് ആദ്യം വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനൊന്ന് ഇടപെടുകയാണ്. അങ്ങനെ ആ ഒരു 15 ലക്ഷം രൂപ വരുമെന്നുള്ളതല്ല പറഞ്ഞാൽ 15 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടുമെന്നുള്ള അത് ശ്രീകുമാറിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വ്യാഖ്യാനമായിരിക്കാം. അതായിക്കോട്ടെ, അങ്ങേക്ക് അങ്ങനെ പറയാൻ. പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള ഇവിടെയുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ആളുകളെല്ലാം കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ. അതിന് ഉദാഹരണം പറഞ്ഞല്ലോ, വിജയ മല്യ, അതുപോലെ നീരവ് മോദി, സ്വിസ് ബാങ്കിലും അതുപോലെ കിടക്കുന്ന കോടിക്കണക്കിന് രൂപയെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞത്, അങ്ങ് പറഞ്ഞ ശാസ്ത്രീയമായ അവലോകനം അവിടെ ഇരിക്കട്ടെ. രണ്ടാമത് പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദാനം എന്തായിരുന്നു? 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തു. എന്ത് സംഭവിച്ചു? ഇവിടെ ഇന്നും 110 രൂപയാണ് 1 ലിറ്റർ പെട്രോളിൻ്റെ വില. അതിൻ്റെ ആരാണ് എന്നതിലേക്ക് ഇപ്പോൾ നാം പോകുന്നില്ല. ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. മൂന്നാമത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് 86% തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് മീഡിയം സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ്, MSME എന്ന് പറയുന്നതായിട്ടുള്ള മേഖല. ആ മേഖലയ്ക്ക് നോട്ട് നിരോധനം കൊണ്ടുണ്ടായിട്ടുള്ള അടി തകർന്ന് തരിപ്പണമായി പോയില്ലേ ആ മേഖലയെ ഉദ്ധരിക്കാനായി എന്ത് സാധിച്ചു? അപ്പോൾ നേരത്തെ ഇവിടെ എൻ്റെ സ്നേഹിതൻ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് 142 കോടി ജനങ്ങൾക്കും സർവാശ്ലേഷിയായ ഒരു വികസനം ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ആ സർക്കാരിനെ
ഒരു വികസന സർക്കാർ എന്ന് അംഗീകരിക്കാനായി സാധിക്കുകയുള്ളൂ. എനിക്ക് മാത്രമാണല്ലോ തീരെ കുറച്ച് സമയം ഇടപെടുന്നത്. ദീർഘമായിട്ട് പ്രസംഗിച്ചല്ലോ പലരും. പറഞ്ഞോളൂ. എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ പറയില്ല. അപ്പൊ അവിടെ ഇതൊക്കെ കാണേണ്ടത് ഒരു സർവാശ്ലേഷിയായി ഇവിടെ ചില ക്ലിഷേകൾ ഉപയോഗിക്കുന്നുണ്ട്, ചില ഹാഷ്ടാഗുകളുണ്ട്. എന്താണ്? മേക്ക് ഇൻ ഇന്ത്യ, ബേട്ടി ബചാവോ ബേട്ടി പഠാവോ, ഇതുപോലെ ചില മുദ്രാവാക്യങ്ങൾ കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന ചില ഗിമ്മിക്സുകളാണ് കഴിഞ്ഞ 10 കൊല്ലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ മാത്രം ഞാൻ ആമുഖത്തിൽ പറയുന്നു. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ 5 വർഷം കൂടെ സൗജന്യ റേഷൻ നടപ്പാക്കുമെന്ന്. തീർച്ചയായും നല്ല കാര്യമാണ്, അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. ഒരു കാര്യം ശ്രീകുമാറെ ആലോചിക്കണം, ഈ സൗജന്യ റേഷൻ എന്ന് പറയുന്ന സംഭവം എവിടെയാണ് ഉത്ഭവിച്ചത്? 2013 ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ബഹുമാന്യനായ മൻമോഹൻ സിംഗ് അധികാരത്തിലിരുന്നപ്പോൾ പാസാക്കിയ ഒരു ആക്ടാണ്. ആ ആക്ടിനകത്ത് എന്താണ് പറയുന്നത്? പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ഒരു അവകാശമാണ്, ഒരു സൗജന്യമല്ല എന്ന് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സൗജന്യ റേഷൻ കൊടുക്കുന്നത്. അത് മോദി സർക്കാരിന്റെ സൗജന്യമൊന്നുമല്ല. എന്നിട്ട് പറയുകയാണ് 10 വർഷം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ വലിയ വികസനമാണ്, മുൻപിരുന്ന സർക്കാരുകളെല്ലാം അഴിമതിയിൽ തകർന്നു പോയത് കൊണ്ട് ഒരു വികസനവും നടന്നില്ല എന്ന് പറയുമ്പോൾ ചരിത്രം മറക്കുന്നത് ഉചിതമല്ല. തീർച്ചയായും നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിസ്ഥാന വികസനത്തിൽ കാര്യമായ സംഗതികൾ നടത്തിയിട്ടുണ്ട്. റോഡ് വികസനം, റെയിൽവേ വികസനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ അംഗീകരിക്കാൻ എനിക്ക് യാതൊരു വൈമനസ്യവുമില്ല. പക്ഷേ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരാളുകൾക്ക് മാത്രമായി ഈ പറയുന്ന വികസനം പരിമിതപ്പെടുത്തുമ്പോൾ സർവാശ്ലേഷിയായ വികസനമാണ് അത് എന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. ഇവിടെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് കാര്യങ്ങൾ വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പത്രികയിൽ നിങ്ങൾക്കൊന്ന് ശ്രീകുമാറിന് കാണിക്കാമോ? കാർഷിക മേഖലയെക്കുറിച്ച് എന്ത് സ്പർശിച്ചിട്ടുണ്ട്? ഹരിയാനയിലെയും പഞ്ചാബിലെയും അത്തരം വിഷയങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കാണേണ്ടത്. പ്രൊഫസർ ജി ജോർജ്.